ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 25-ാം സങ്കീർത്തനം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. കർത്താവിന്റെ സൗഹൃദം, കർത്താവുമായിട്ടുള്ള ഇന്റിമസി അവിടുത്തെ ഭയപ്പെടുന്ന സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ നിയോഗമായി ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കാലഘട്ടത്തിന്റെ അഭിഷേകം അവരിലെല്ലാം കത്തിപ്പടരുവാൻ, പിശാച് ഒരുക്കുന്ന കെണികളിൽ നിന്നും ചതികളിൽ നിന്നും സംരക്ഷിതരായി ദൈവത്തിന്റെ പരിശുദ്ധിയിൽ തങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവമക്കളെ ഹൃദയനുറുക്കത്തോടെ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കത്തി ജ്വലിക്കുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് കർത്താവിനെ മനം തുറന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കരങ്ങൾ ശക്തിയോട് അടിച്ച് ആത്മനിറവിൽ ആത്മാവിന്റെ ആനന്ദത്തിൽ പാടി ആരാധിച്ച് ഹല്ലേലൂയ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. കുടുംബങ്ങളിലേക്ക് അത് പെയ്തിറങ്ങട്ടെ, സഭാ സമൂഹങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ, ഈ തലമുറയുടെ പെയ്തിറങ്ങട്ടെ. പിന്മഴ പെയ്യണം, മാലിന്യം മറയണം, ജനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മറയണം, ജനമുണർന്ന് വേല ചെയ്യുവാൻ. ഒരിക്കൽ കൂടെ മഴ പെയ്യണം, കരം നീട്ടണമേ, പ്രവർത്തിക്കണമേ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുകയാ, കുടുംബങ്ങളിലേക്ക് ഒഴുകുകയാ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഒഴുക്കിലേക്ക് തലമുറ വരട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കണതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കണതാ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പരിശുദ്ധാത്മാവമായ അഭിഷേകത്താൽ അനേകം ജീവിതങ്ങൾ കത്തിച്ചൊലിക്കട്ടെ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണിക്കല്ലു കയറ്റാം, ദൈവരാജ്യം പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണിക്കല്ലു അഭിഷേകത്തോട് സഭ പണിയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച കത്തിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തോട് ചേർന്ന് മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് പാടി ആരാധിക്ക്. അഭിഷേകം കത്തി കത്തി പടരുന്ന സമയം. റിലീസ്, റിലീസ്. പടരട്ടെ, ദൈവജനത്തിലേക്ക് അത് പടരട്ടെ. മുഖങ്ങൾ ഒടിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, സാത്താൻ അടിസ്ഥാനങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ആത്മാവിനെ വിളിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാപിതാവേ, സ്വർഗം തുറന്ന് അഭിഷേകം പകർന്ന് നിന്റെ ജനത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, യേശു നാമത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മധ്യേ വെളിപ്പെടുത്തണമേ. യേശു രക്തത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ
ശക്തിയെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേകരെ സ്വർഗം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നു. Come Holy Spirit. ഹല 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 ഹല. ദൈവ ശുശ്രൂഷയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പല ദൈവദാസന്മാരും നിരാശപ്പെട്ട് മനോഭാരത്തിൽ മടുപ്പിൽ മതി, ഈ ശുശ്രൂഷ മതി എന്ന് ചിന്തിച്ച് പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പല ദൈവ ശുശ്രൂഷകരെയും ഇത് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു. ബ്ലെസ് ബ്ലെസ് ബ്ലെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകർ നവമായ അഭിഷേകം പ്രാപിക്കട്ടെ. കാലഘട്ടത്തിൽ അഭിഷേകത്തിലേക്ക് വരട്ടെ. പിതാവെ, കരം നീട്ടി അഭിഷേകം ചെയ്യുക. ഓരോ ശുശ്രൂഷകരും അഭിഷേകം ചെയ്യുക. പിശാചിന്റെ രാജ്യത്തിന് അപകടകാരികളായി ദൈവരാജ്യത്തിന് വേണ്ടി അവരെ കരുത്തോടെ നിർത്തുക. Feel, feel Holy Spirit. Hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചെങ്കടലിന്റെ മേൽ പരിവർത്തിച്ചതുപോലെ, ജെറിക്കോ കോട്ടയെ ഇടിച്ച് കളഞ്ഞതുപോലെ എല്ലാ തിന്മയുടെ ആധിപത്യ അധികാര പോരുകളെ കത്തിച്ചാമ്പലാക്കുക. നവമായ അഭിഷേകത്താൽ നിങ്ങൾ നിറയ്ക്കുക. വചന അഭിഷേകത്താൽ നിറയ്ക്കുക. ജ്ഞാന ചൈതന്യത്താൽ നിറയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇതെല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈ കാലഘട്ടത്തിലെ ദൈവരാജ്യ ശുശ്രൂഷകർ നവമായ അഭിഷേകം സ്വീകരിക്കാൻ അമ്മ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും തന്നെ ദൈവവചനത്തിന്റെ മുൻപിലാണ് ആയിരിക്കുന്നത്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നിങ്ങൾ അടയാളപ്പെടുത്തുകയും വചനത്തിൽ വളരുവാനുള്ള ദാഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവകൃപയെ ദുർവിനിയോഗം ചെയ്യരുത്. യൂദാസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: പണ്ടുതന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് സഭാ സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ആത്മീയ ശുശ്രൂഷ കൂട്ടായ്മകളിലേക്കെല്ലാം പലരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എന്താ അവരുടെ ലക്ഷ്യം? കൂട്ടായ്മകളെ തകർക്കുക, സഭയെ നശിപ്പിക്കുക, ആത്മീയ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യുക. അതിനുവേണ്ടി ദൈവം ദാനമായി നൽകിയ കൃപയെയും അഭിഷേകത്തെയും തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി, സ്വാർത്ഥതയ്ക്കായി, സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനുമായി ദുർവിനിയോഗം ചെയ്ത് അവരുടെ പ്രവർത്തികൾ വഴി കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവകൃപ
നമുക്കാർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്താ ഈ വചനം നമ്മോട് പറയുന്നത്? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. എന്നാൽ അഭിഷേകം നഷ്ടപ്പെടുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വലിയ അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്തിനാ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാനാ. സാംസന്റെ ജീവിതത്തിലൂടെയാണ് ഈ വചനഭാഗം നമ്മളെ ദൈവാത്മാ പഠിപ്പിക്കുന്നത്. ആരാണ് സാംസൺ? എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുക, സാംസൺ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. ബൈബിളിലെ ഒരു സൂപ്പർ ഹീറോയാണ് സാംസൺ. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് തിരുവചനം പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സിംഹക്കുട്ടിയെ ആട്ടിൻകുട്ടി എന്ന പോലെ സാംസൺ പിച്ചു ചീന്തി കളയുന്നു. വെറും കഴുതയുടെ ദുർബലമായൊരു താടിയെല്ലുകൊണ്ട് 1000 ഫിലിസ്ത്യരെ കൊന്നെടുക്കുന്നു. ഇതുപോലെ അമാനുഷികമായ അനേകം പ്രവർത്തികൾ സാംസന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സൂപ്പർ ഹീറോയാണ് ശരിക്കും സാംസൺ. എന്നാൽ ഈ സാംസൺ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം സാംസൺ ചെയ്തത് സ്വന്തം ശക്തിയിലല്ല, അവന്റെ കഴിവുകളിലല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം, ദൈവകൃപയുടെ സമൃദ്ധി സാംസന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സാംസന്റെ ജനനത്തെ കുറിച്ച് തന്നെ കർത്താവിന് കൃത്യമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. സാംസന്റെ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവദൂതൻ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു അഭിഷിക്ത ജീവിതം. സാംസൺ കർത്താവിന്റെ അഭിഷിക്തനായിരുന്നു, അനോയിന്റഡ്. പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം അവന്റെ മേലുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ച ഈ അഭിഷേകത്തെ, തന്റെ മേൽ ദൈവം പകർന്ന ഈ കൃപയുടെ സമൃദ്ധിയെ സാംസൺ എന്താ ചെയ്തത്? അതിശക്തമായ വിധത്തിൽ ദൈവജനത്തിനു വേണ്ടി അവൻ വിജയം നേടിക്കൊടുത്തു. ദൈവജനത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കി. സാംസൺ എന്ന് കേൾക്കുമ്പോൾ ശത്രുക്കൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഫിലിസ്തീന് പ്രത്യേകിച്ച് സാംസന്റെ പേര് കേൾക്കുമ്പോഴേക്കും അവർ ആകെ ഭയചകിതരായിട്ട് മാറി. ഇതുപോലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും ശത്രുക്കളുടെ ഇടയിലും ദൈവജനത്തിനിടയിലും വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു അതിവിശുദ്ധ പാത്രമായിരുന്നു സാംസൺ. എന്നാൽ ദൈവമക്കളെ, സാംസൺ എന്താ സംഭവിച്ചത്? ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 1-ാം വചനത്തിൽ കാണുവാൻ പറ്റും. ഈ അഭിഷേകത്തെ, തന്റെ മേൽ പകരപ്പെട്ട ഈ ആത്മനിറവിനെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അവൻ ഉപയോഗിച്ചു. അവന്റെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി സാംസൺ ഉപയോഗിക്കുകയാ. ഈ കാലഘട്ടത്തിലെ ദൈവ ശുശ്രൂഷകരായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു മെസ്സേജാണിത്. ഇന്ന് അനേകരെ ഇവിടെ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം നൽകിയ അഭിഷേകത്തെയും ദൈവം നൽകിയ കൃപയെയും ഈ ലോകത്തിന് വസ്തുവകകൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ജഡിക സുഖത്തിന് വേണ്ടി, എന്റെ സ്വന്തം താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ദുർവിനിയോഗിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിലുണ്ട്. അതാണ് യൂദാശ്ലീഹ പറഞ്ഞ്, അപ്രകാരമുള്ള പലരും ദൈവജനത്തിനിടയിലേക്ക് കയറിക്കൂടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ വിവേചനമുള്ളവരാകണം. ഇപ്രകാരമുള്ള വ്യാജ ശുശ്രൂഷകരെ കുറിച്ച് പ്രവാചകനായ ജെറമിയായിലൂടെ കർത്താവ് സംസാരിക്കുക. 23-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് യാതൊരു തിന്മയും നിങ്ങൾക്ക് വരികയില്ല എന്ന് അവർ പറയുന്നു. തിരുത്തേണ്ടത് തിരുത്തുവാനും ദൈവവചനത്തോട് കൃത്യമായി അപ്രകാരമുള്ള ജീവിതങ്ങളെ നയിക്കുവാനും തുനിയാതെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ദൈവവചനത്തെ വളച്ചൊടിച്ച് കൃപാവരങ്ങളെ, ദൈവം നൽകിയ കൃപയെയും അഭിഷേകത്തെയും ദുർവിനിയോഗം ചെയ്ത് ദൈവരാജ്യത്തിനും തിരുസഭയ്ക്കും തന്നെ തുരങ്കം വയ്ക്കുന്ന വിധത്തിലുള്ള പല പൈശാചികമായ പ്രവർത്തികൾ, പ്രബോധനങ്ങൾ ഇത്തരത്തിൽ വെളിപ്പെടുന്നത്
നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. എന്താ ഇതിനൊക്കെ അടയാളം? അടയാളം ഒന്നുമാ, നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുക. യേശു തന്നെ പറഞ്ഞു, കാലം അതിനന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ശുശ്രൂഷകർ, വ്യാജ ഉപദേഷ്ടാക്കൾ, വ്യാജ പ്രവാചകന്മാർ ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമുക്ക് സാംസന്റെ ജീവിതത്തിലോട്ട് വരാം. എന്താണ് അവന് സംഭവിച്ചത്? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സൈരണിയെ കണ്ടുമുട്ടി അവളോട് കൂടെ ശയിച്ചു. തന്റെ അഭിഷേകത്തെ, ദൈവം നൽകിയ കൃപയുടെ സമൃദ്ധിയെ ആ സ്വൈരണിക്ക് സാംസൺ അടിയറു വയ്ക്കുക. ആ കൃപ അവൻ ദുർവിനിയോഗം ചെയ്യുക. വീണ്ടും വചനം പറയുന്നുണ്ട്, 16-ാം അധ്യായം 4-5 തിരുവചനം എടുത്ത് നോക്കുമ്പോൾ, സാംസൺ ആരാ? കർത്താവിന്റെ അഭിഷേകത്തിൽ കത്തി ജ്വലിച്ച് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു വലിയ അഭിഷിക്തനായിരുന്നു സാംസൺ. ആ സാംസൺ ഇത് സംഭവിക്കണേ, അവന്റെ ജഡമോഹത്തിന് വേണ്ടി, അവന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തെ അവൻ വിറ്റുകളയുകയാണ്. ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും, അതിനുശേഷം സോറയ്ക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഇതൊന്നും കർത്താവിന്റെ തിരഹിതമായിരുന്നില്ല. കർത്താവിന്റെ പ്രിയ അഭിഷിക്തൻ ചെയ്യേണ്ട പ്രവർത്തികളായിരുന്നില്ല ഇതൊന്നും. ഇതൊക്കെ എന്തുകൊണ്ട് സാംസൺ ചെയ്തത്? പിശാച് അവനെ തന്ത്രപൂർവ്വം ചതിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അവന്റെ അഭിഷേകത്തെ അവൻ നഷ്ടപ്പെടുത്തി. ദൈവം നൽകിയ കൃപയുടെ സമൃദ്ധിയെ അവൻ നഷ്ടപ്പെടുത്തി. വചനം പറയുന്നുണ്ട് 5-ാമത്തെ വാക്യത്തിൽ, ഫിലിസ്ത്യ നേതാക്കൾ ഈ ദലീല എന്ന് പറയുന്ന സ്ത്രീയെ സ്വാധീനിച്ചു. അവളോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും സാംസന്റെ ഹൃദയത്തെ വശീകരിക്കണം. വഞ്ചന നിറഞ്ഞ കാപട്യത്തോടെ ദലീല സാംസനെ സമീപിക്കുകയാണ്. ഈ ദലീലയുമായി പല പ്രാവശ്യം സാംസൺ പാപം ചെയ്തു. താനൊരു അഭിഷിക്തനാണെന്നും ദൈവത്തിന് വിളി തന്റെ മേലുണ്ടെന്നും താൻ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട്, തെരഞ്ഞെടുക്കപ്പെട്ട്, വേർതിരിക്കപ്പെട്ടവനാണെന്നുള്ള വലിയ യാഥാർത്ഥ്യം തിരസ്കരിച്ചുകൊണ്ട് ജഡീക സുഖത്തിന്റെ പുറകെ പോയി അവൻ ദൈവം തനിക്ക് നൽകിയ കൃപയെ ദുർവിനിയോഗം ചെയ്തു. പ്രിയ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ താക്കീതാണ്. നമ്മൾ എന്തുമാത്രം അഭിഷേകമുള്ളവരാണെങ്കിലും, എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ സമ്പന്നരാണെങ്കിലും നമുക്കൊക്കെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. എപ്പോൾ? നമ്മൾ വേണ്ട വിധം ശത്രുവിന്റെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. ഇതിന്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും, ഈ തെറ്റായ ബന്ധത്തിലൂടെ എന്താ ഉണ്ടായത്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലോട്ട് നിങ്ങൾ വരിക. പലപ്പോഴും ഈ തിരുവചന ഭാഗം ഞാൻ വായിച്ചു ധ്യാനിക്കുമ്പോൾ ഹൃദയം വേദനിക്കാറുണ്ട്, പലപ്പോഴും കരയാറുണ്ട്. ഒരു സൂപ്പർ ഹീറോയായി വന്ന, ശത്രുക്കൾക്ക് ഭയകാരണമായി തീർന്ന സാംസൺ ഒരു ആഭാസ പാത്രമായി തീർന്നു. ശത്രുക്കൾക്ക് കളിയാക്കാനും പരിഹസിക്കാനും ഉള്ള ഒരു നിന്ന വസ്തുവായി സാംസൺ മാറുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. 16-ാം അധ്യായം അവിടെ 19-ാമത്തെ വാക്യത്തിൽ പറയാ, ഒന്നാമത് അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? സാംസന്റെ ശക്തി വിട്ടുപോയി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവനെ വിട്ടുപോയി. രണ്ടാമത് അവിടെ വചനം പഠിപ്പിക്കുകയാണ് 20-ാമത്തെ വചനത്തിൽ, എന്നാൽ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പലരും അത് തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് പല ദൈവ ശുശ്രൂഷകരും പല ദൈവദാസന്മാരും കർത്താവിന് പ്രിയ അഭിഷിക്തന്മാരും തകർന്നു പോകുന്നത്, പരാജയപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അഭിഷേകം നഷ്ടപ്പെട്ടിട്ടും അവർ ശുശ്രൂഷകൾ ചെയ്യുന്നു, വചനം പ്രഘോഷിക്കുന്നു, കൗൺസിലിംഗ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി മുന്നേറുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടം. മൂന്നാമത് പരിശുദ്ധാത്മ പഠിപ്പിക്കുക, എന്താ ഉണ്ടായത്? അവന്റെ ശത്രുക്കൾ അവന്റെ കണ്ണുകൾ ചുഴന്നെടുത്തു. സാംസൺ അന്ധനായിട്ട് മാറി. പരിശുദ്ധാത്മാവിന്റെ പ്രകാശം അവന് നഷ്ടപ്പെട്ടു. ദൈവരാജ്യത്തിന്റെ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു. അവൻ അന്ധനായിട്ട് മാറി. ഇന്ന് അനേകം ശുശ്രൂഷകർ ഇതുപോലെ പിശാച് അന്ധമാക്കി മാറ്റി. നാലാമത് അവിടെ പറയുകയാണ്, ഓട്ടുചങ്ങലകൾ കൊണ്ട്
സാംസൺ അവർ ബന്ധിച്ചു. അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എല്ലാ വിധത്തിലും അവൻ ബന്ധിതനായിട്ട് മാറി. അവസാനം നമുക്ക് കാണാൻ പറ്റും, ഒരു കുട്ടിക്കുരങ്ങനെ പോലെ ഫിലിസ്ത്യരുടെ മുൻപിൽ അഭ്യാസം കാണിച്ച് അത്രമാത്രം തരം താഴ്ന്ന് ശത്രുക്കളുടെ മുൻപിൽ ഒരു നിന്ന വസ്തുവായി, ശത്രുക്കളുടെ മുൻപിൽ ഒരു പരിഹാസ പാത്രമായി സാംസൺ അധപതിക്കുകയാണ്. ഈ തകർച്ചയ്ക്ക് എന്താ കാരണം? ഈ പരാജയത്തിന് എന്താ കാരണം? പ്രിയ സഹോദര സഹോദരി, മറ്റൊന്നുമല്ല, സാംസൺ ദൈവത്തിന്റെ കൃപയെ ദുർവിനിയോഗം ചെയ്തു. സാംസന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാനാ ഇന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ സത്യം നമ്മളെ പഠിപ്പിച്ചത്. കർത്താവിന്റെ വചനത്തിന് മുൻപിൽ എളിമയോടെ നമുക്ക് നിൽക്കാം, താഴ്മയോടെ നിൽക്കാം. പൗലോസിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വിരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. കർത്താവിന്റെ മുൻപിൽ ഹൃദയനുറുക്കത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ ജഡിക സുഖത്തിനു വേണ്ടി ദൈവം നൽകിയ നന്മകളെ, കൃപാവരങ്ങളെ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുധപിക്കുക, കർത്താവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. സാംസൺ അനുധപിച്ച അവസാനം കർത്താവിന് പുതിയ അഭിഷേകം കൊടുത്തു. ഈ ഒരു അഭിഷേകം നമ്മളിലേക്കും പകരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. പ്രിയ ദൈവമക്കളെ, തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ നവമായ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. കാലഘട്ടത്തിന് അഭിഷേകത്തിൽ കത്തിജ്വലിച്ച് പിശാചിന്റെ രാജ്യത്തിന് അപകടകാരികളായി നമുക്കൊക്കെ രൂപാന്തരപ്പെടാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എന്റെ യേശു സ്നേഹമായി എന്നിലേക്ക് എഴുന്നള്ളുമ്പോൾ എല്ലാം മറന്നു സ്തുതി പാടുന്നു, നിന്നിൽ അലിയാൻ മിഴിനീരോടെ. ആരാധന 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 ആരാധന. തിരുവോസ്തുരൂപനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുവാനും അഭിഷേകം ചെയ്യുവാനും പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുൻപിലേക്ക് യാചനാപൂർവ്വം നമുക്ക് തുറന്നു പിടിക്കാം. പ്രിയ സഹോദര സഹോദരി, വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയം, നിന്റെ ജീവിതത്തെ സുഖപ്പെടുത്തുന്ന സമയം, അനേകം കിടപ്പ് രോഗികളിലേക്ക് ഇതാ കർത്താവിന്റെ കൃപയുടെ സൗഖ്യം ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം ദമ്പതികളിലേക്ക്, അനേകമായിരം ഭവനങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ കർത്താവിന്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. മക്കളെ, ആ വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന സമയം യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ഇത് അനേകം കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു, അനേകം ജീവിതങ്ങൾ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ കരം നീട്ടണമേ, കർത്താവെ പ്രവർത്തിക്കണമേ, കർത്താവെ സുഖപ്പെടുത്തണമേ, കർത്താവെ വിശുദ്ധീകരിക്കണമേ. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ അവിടുത്തെ വചനത്തെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ആയിരങ്ങളിലേക്ക് അത്ഭുത കൃപയായി, അത്ഭുത സൗഖ്യമായി, അത്ഭുത അഭിഷേകമായി കർത്താവെ കടന്നു വരണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.